പ്രൈസ് ദ ലോർഡ്. ഞാൻ ഏറെ സ്നേഹിക്കുകയും ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദേവദാസന്മാർ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സ്നേഹിതന്മാർ, നിങ്ങളെ കുടുംബങ്ങൾ, നിങ്ങളെ കുഞ്ഞുങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ നിങ്ങൾക്കറിയാമായിരിക്കും. കവലകൾ തോറും ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു പരസ്യോഗ പ്രസംഗകനാണ്. നിങ്ങൾ എന്നെ എൻ്റെ വചനങ്ങളും ക്രിസ്തുവിൽ ഞാൻ പ്രസംഗിക്കുന്ന അനവധി ദൈവവചനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഉള്ള മാധ്യമത്തിലൂടെയൊക്കെ ഇടുവാനിടയായി. നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ടും നല്ല സഹകരണവും നിങ്ങൾ നൽകുവാനിടയായി. അതിലുപരിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ പ്രവർത്തനങ്ങളെ വഹിച്ച് അനേകവർ പ്രാർത്ഥിക്കുന്നു എന്ന് കേൾക്കാനിടയായി. ചെങ്ങന്നൂർ ദേശത്ത് പാർത്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ടീമായും ഒറ്റയ്ക്കും കുടുംബമായും കടന്നുപോയി യേശുക്രിസ്തു ഏൽപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും അതിലൂടെ ലഭിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വവും കഴിഞ്ഞ നാളുകളിൽ ദേശങ്ങളിൽ കടന്നുപോയി പ്രസംഗിപ്പാൻ പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും എതിർപ്പുകളുടെ ഇടയിലും വളരെ ശക്തമായ രീതിയിൽ ദേശങ്ങൾ കടന്നുപോയി ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ ദൈവം കൃപ ചെയ്തു. അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായിട്ടാണ് ദൈവം നടത്തിയത്. പ്രതിസന്ധി കൂടുമ്പോൾ, അല്ലെങ്കിൽ പ്രയാസം കൂടുമ്പോൾ, പ്രതികൂലം കൂടുമ്പോൾ, എതിർപ്പുകൾ കൂടുമ്പോൾ, ഞാൻ അതിനേക്കാൾ ഉപരി അതിനകത്ത് ജനം യേശുവിനെ കേൾക്കുന്നു, യേശുവിനെ അറിയുന്നു, യേശുവിനെ തിരിച്ചറിയുവാൻ, യേശുവിലൂടെയുള്ള നിത്യജീവൻ്റെ ദൈവിക സത്യങ്ങൾ തിരിച്ചറിയുവാൻ അനേക ജനങ്ങൾ, അനേക വ്യക്തികൾ പറയുവാനിടയായിട്ടുണ്ട്. അതോർക്കുമ്പോൾ ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ, ചില നിന്ദകൾ, അപമാനങ്ങൾ അത് സന്തോഷമായി തീരാനിടയാകും. പ്രിയമുള്ളവരെ, ഞാൻ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം ഈ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തെ മാറ്റുവാനിടയായത്. ഇന്നും പ്രസംഗിക്കുന്നു. ഈ പുതിയ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ദേശങ്ങളിൽ കടന്നുപോയി പ്രസംഗിപ്പാൻ, എന്നാൽ ആവോളം ഒരുങ്ങുവാൻ, ശക്തി ലഭിക്കുവാൻ, ബലം പ്രാപിക്കുവാൻ, പ്രതികൂലം കൂടുമ്പോഴും പ്രതിസന്ധി കൂടുമ്പോഴും പതറാതെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കടന്നു പോകുന്ന ദേശത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ കടന്നു പോകുന്ന ദേശത്ത് യേശുവിനെ അറിയാത്തവരുടെ ഇടയിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഒരു കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ നാം എന്ത് പ്രസംഗിച്ചാലും, ഒരു സഭയിൽ എന്ത് പ്രസംഗിച്ചാലും നമ്മളെ അനുകൂലിക്കുന്നവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ നാം നിൽക്കുന്ന ദേശം ഏതാണ്, അവിടുത്തെ ജനം ഏതാണ്, അവിടെ വാണുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ജനത്തിൻ്റെ സാഹചര്യം ഏതാണ്, അവരുടെ സ്വഭാവം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, ഒരു എന്ന് പറഞ്ഞ ദൈവത്തെ അറിയുന്നവരാണോ അറിയാത്തവരാണോ എന്ന് പോലും അറിയാത്ത ദേശത്തിന് നടുവിൽ നിൽക്കുമ്പോൾ അത്യുന്നതന്റെ ശക്തിയും അത്യുന്നതന്റെ കൃപയും ദൈവത്തിൻ്റെ ധൈര്യവും ദൈവം നൽകിയെങ്കിലേ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ,
നിങ്ങളുടെ കഴിഞ്ഞ നാളുകളെ പ്രാർത്ഥനയും സപ്പോർട്ടും സഹകരണവും ഈ പുതിയ വർഷവും ക്രിസ്തുവിന് വേണ്ടി ഓടുമ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ദൈവരാജ്യ സുവിശേഷ വേലയും ഓർത്ത് ഈ സുവിശേഷ മഹത്വത്തിൻ്റെ ക്രിസ്തുവിനെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് അനേകവരെ ഒരുക്കിയെടുക്കുവാൻ, മനുഷ്യൻ, വ്യക്തികൾ, കുഞ്ഞുങ്ങൾ, ഈ പാപം നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറകളെ, നഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്ന അസമാധാനത്തിലും മയക്കുമരുന്നിലും മദ്യപാനത്തിലും ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ യഥാർത്ഥമായ വഴിയിലേക്ക്, സ്വർഗീയ മഹത്വത്തിലേക്ക് അവരെ ഒരുക്കിയെടുക്കുവാൻ, അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുവാൻ, ഈ സത്യസുവിശേഷം യഥാർത്ഥമായി വിളിച്ചു പറയുവാൻ എന്നെയും എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ദൈവദാസന്മാർ, അവരെല്ലാവരും ഓർത്ത്, ഈ വേലയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നും നിങ്ങൾ വിലയേറിയ സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ പ്രിയ സ്നേഹിതൻ ക്രിസ്തുവിൽ പാസ്റ്റർ വിജയ് ചെങ്ങന്നൂർ. ഞാൻ കർത്താവിൻ്റെ നിയോഗപ്രകാരം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് കേന്ദ്രമായി അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന ചർച്ചിൻ്റെ ലെവൽ ഏജ് എന്ന ദൈവസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ വേല ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ ദൈവനിയോഗപ്രകാരം തുടങ്ങുവാനിടയായി. ആ വേലയും വളരെ അനുഗ്രഹമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വേലയെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ധാരാളമായി ക്രിസ്തുവിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷം ശക്തമായി ഓടുവാൻ, ശക്തമായി നിൽപ്പാൻ, അനേകവർ വീണുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വീഴാതെ, തളരാതെ, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി, അതിലുപരിയായി സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം ആ സുവിശേഷം അറിയിപ്പാൻ, എന്നാലാവോളം ഒരുക്കുവാൻ, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് നിങ്ങളെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ.